ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഹലോ. കേൾക്കാം. ഓക്കെ. അങ്ങനെ നമുക്കിന്ന് സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ 5ാം ക്ലാസ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാവരും എക്സാം ഒക്കെ എഴുതിയല്ലോ അല്ലേ? എഴുതി അയക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 2-3 പേര് അയച്ചായിരുന്നു എക്സാമിന്റെ ആൻസേഴ്സ് ഒക്കെ. ആൻസർക്ക് നമ്മൾ നാളെ ലൈവിൽ വരുമ്പോൾ സാർ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നോളൂ കേട്ടോ. എല്ലാവരും എഴുതി പോകുന്നുണ്ടല്ലോ അല്ലേ എക്സാംസ് ഒക്കെ. ആരും മടിയൊന്നും വിചാരിക്കില്ല. നിങ്ങൾക്ക് ഇന്നലെ സമയം കിട്ടിയില്ലേ പോലും ഇന്നാണെങ്കിലും അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് തന്നെ പഠിക്കാൻ നോക്കണം കേട്ടോ. അല്ല, എക്സാം എഴുതാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് അവസാനത്തേക്കെല്ലാം വെക്കാം എന്ന് ഓർത്തിരുന്നാൽ പിന്നെ ഭയങ്കര പാടാവും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലുള്ള എക്സാം അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും നേരത്തെ പറഞ്ഞാൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പരമാവധി അത് ലാഗ് ആക്കാതെ അത് ചെയ്ത് തന്നെ പോകാൻ നോക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിന്റെ 5ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ്, അതായത് ജനങ്ങളാൽ എന്നുള്ള ആ ഒരു യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ജനാധിപത്യം, ആ ജനാധിപത്യത്തെ സംബന്ധിച്ച കൊട്ടേഷൻസ് ആരൊക്കെ പറഞ്ഞു, മഹത്വചനങ്ങൾ ആരൊക്കെ പറഞ്ഞു, പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ. ചാപ്റ്റർ ഒരു ഇച്ചിരി വലുതാന്നുള്ളൂ, വലിയ വലുതൊന്നുമല്ല, ഇച്ചിരി വലുതാന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം, പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പറഞ്ഞു പോകുന്നത്, അതായത് ജനങ്ങളെ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റിന്റെ ഒരു പിക്ചറും തന്നിട്ടുണ്ട്. അവിടെ അവർ ചർച്ച ചെയ്ത കുറെ അധികം കാര്യങ്ങൾ, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ചർച്ച ചെയ്ത് പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാതെ. മഞ്ചാടി മല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ശ്രദ്ധേയമായി. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. അപ്പൊ നമ്മുടെ പാർലമെന്റ് പോലെയല്ല, ഇത് വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ആയത്. വിദ്യാർത്ഥികളായിരുന്നു പാർലമെന്റിൽ അംഗങ്ങളായിട്ടിരുന്നത്. അവരവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആ ഗ്രാമത്തിൽ പിന്നെ അവരുടെ സ്കൂളുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് അവർ നിർദ്ദേശിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് അടുത്ത ഭരണസമിതിയിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഒരു പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്, അതായത് നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്ക് സ്ഥാപിക്കുക, അങ്ങനെ കുറെ പദ്ധതികൾ, പിന്നെ ഈ നാട്ടിൽ നടപ്പാകേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പോയ കാര്യങ്ങളാണിത്. നോക്കി, ഇവിടെ കുറച്ച് വാർത്തകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഡെയിലി പത്രത്തിലും ന്യൂസ് ചാനലിലും എല്ലാം കാണുന്ന കാര്യങ്ങളാണ്. പഞ്ചായത്ത് ഇടപെട്ടു, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാ ക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പ് നൽകി. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം പ്രഖ്യാപനം ഉടൻ. റോഡരികിലെ മാലിന്യ പ്രശ്നം, CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പം നമ്മൾ ഇത് ന്യൂസിൽ എല്ലാം കണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം നടപടികൾ എടുക്കാൻ ഓരോ വിഭാഗങ്ങളുണ്ട്. അതായത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഗ്രാമസഭ, പിന്നെ നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങൾ, അങ്ങനെ ഓരോ വിഭാഗങ്ങളുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ചുമതലകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടില് നമ്മുടെ ഗ്രാമം, അത് കഴിഞ്ഞ് പിന്നെ പട്ടണം, പിന്നെ നമ്മുടെ ജില്ല, പിന്നെ നമ്മുടെ സംസ്ഥാനം, അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആരൊക്കെ, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്, അതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. നമ്മൾ പറയും നമ്മൾ കുറച്ചുപേരെ അധികാരം ഏൽപ്പിച്ചു അല്ലെങ്കിൽ അവരാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റിയ സഭകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇനി അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ
അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് എന്ത്? ജനാധിപത്യം. അതായത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയിട്ട് ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് നമ്മുടെ ഇലക്ഷൻ ജയിക്കുന്ന മന്ത്രിമാരൊക്കെ ആകുന്നത്. അപ്പൊ അവര് വഴിയോ നമ്മുടെ ഈ ഭരണകരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് എന്ത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി നോക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് എന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്തിൽ, അതായത് 3 തലത്തിലുള്ള പഞ്ചായത്തുകളുണ്ട്. അതും പഠിക്കേണ്ടതാണ്. അതിന്റെ പേരുകൾ 3 തരത്തിലുള്ള പഞ്ചായത്തുകൾ. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഈ 3ഉം ഉൾപ്പെട്ടതും അതിന്റെ കൂടെ തന്നെ നമ്മുടെ നഗരപ്രദേശങ്ങളിലേക്ക്, അതായത് പട്ടണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഞ്ചായത്തുകൾ എന്നല്ല പറയുന്നത്, മുനിസിപ്പാലിറ്റികളും നമ്മുടെ കോർപ്പറേഷനുകളും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് ഓർത്തിരിക്കുക. ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഏതാ കിള എന്നുള്ളത്. അത് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഫുൾ ഫോം ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. കിള ഓർക്കുന്നുണ്ടോ? കിള എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്നാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ലെജിസ്ലേറ്റീവ്. എന്തോ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് വരുന്നത് നമ്മുടെ കിള എന്നുള്ളത്. ഓക്കെ, അപ്പൊ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമ്മുടെ കിള എന്ന് വരുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പിലായ സംവിധാനപ്പെട്ട ആ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നമ്മുടെ കിള എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കപ്പെട്ട അല്ലെങ്കിൽ പൂർണ്ണമാക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ കിള എന്ന് പറയുന്നത്. അത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ കിള എന്നുള്ളതിന്റെ ആ ഒരു ഫുൾ ഫോം. അപ്പൊ അത് മാറിപ്പോകാതെ തന്നെ പഠിക്കണം കേട്ടോ. അത് 1990 ഇത് സ്ഥാപിതമായത്. അതിന്റെ ഇപ്പം അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കിള എന്നുള്ള കാര്യം ഒന്ന് ഓർത്തപ്പം അത് പറഞ്ഞു പോയതാ കേട്ടോ. അതിന്റെ ആ ഒരു ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, അതിന്റെ ഫുൾ ഫോമും സ്ഥാപിച്ച വർഷവും ഒക്കെ. അപ്പൊ അത് ഒന്നുകൂടി നോട്ട് ചെയ്ത് പോണേ. നമ്മുടെ സയൻസിന്റെ അകത്ത് അത് കൂടുതലായിട്ട് എക്സ്ട്രാ അത് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ DLEDന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പറയുന്നുണ്ട് ആ ഒരു കിളയുടെ ഒക്കെ കാര്യവും. അല്ലാതെ നമ്മുടെ സോഷ്യലിന്റെ അകത്തും സയൻസിന്റെ അകത്തും ഒക്കെ നേരത്തെ പറഞ്ഞു പോയത് നമ്മുടെ ഈ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിന്റെ അതൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു കാര്യം. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ അത് അതിന്റെ ആ ഒരു ഫുൾ ഫോം, ഷോർട്ട് ഫോം ഉള്ളതിന്റെ ഒക്കെ ഫുൾ ഫോം നമ്മൾ കാര്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ അത് മാറിപ്പോവും. നമ്മുടെ കൈറ്റിന്റെ ഒക്കെ ആണെങ്കിലും കിളയുടെ ആണെങ്കിലും നമ്മുടെ SCRT അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫുൾ ഫോം പഠിക്കാനുണ്ട്. അപ്പൊ അത് ജസ്റ്റ് മാറിപ്പോവാതെ തന്നെ നിങ്ങൾ പഠിക്കാം. അപ്പൊ നോക്കിക്കേ, ഇനി നമ്മൾ നോക്കാൻ പോകും, നമ്മൾ ജനാധിപത്യത്തിന്റെ കാര്യം പറഞ്ഞു. ജനാധിപത്യത്തെ സംബന്ധിച്ച് കുറച്ച് മഹത് വ്യക്തികള് കുറച്ച് കൊട്ടേഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ ജനാധിപത്യം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ള അല്ലെങ്കിൽ കേൾക്കാറുള്ള ഒരു കൊട്ടേഷനാണിത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത് ആരാണ് പറയുന്നത്? നമ്മുടെ എബ്രഹാം ലിങ്കൺ. ഇനി മഹാത്മാഗാന്ധിയും നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്, നോക്കിക്കേ. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അതാരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി പറഞ്ഞ കൊട്ടേഷനാണ്. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ, എല്ലാ ജനങ്ങളും ഒരുമിച്ചാണ്. അല്ലാതെ അവിടെ ഏറ്റവും കൂടിയവരോ കുറഞ്ഞവരോ അങ്ങനെയില്ല. ശക്തി കൂടിയുള്ളവരോ ശക്തി കുറഞ്ഞവരോ അങ്ങനെയില്ല. എല്ലാവരും
ഒരേ രീതിയിൽ, അതായത് നമ്മൾ ഒരേ ത്രാസിൽ തൂക്കപ്പെടണം, അങ്ങനെ ഒരു ഇത് നമ്മൾ പറയില്ല. അതുപോലെ എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ജനാധിപത്യം എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത്. ഇനി ഒരാളും കൂടിയുണ്ട്, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരാളുടെ കൂടെ കൊട്ടേഷൻ പറയുന്നുണ്ട്. നമ്മുടെ അമർത്യാസൻ, അതായത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അമർത്യാസൻ 1990 തോന്നുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് അമർത്യാസൻ. അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്: ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. അതായത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇട്ടേക്കാട്ടോ, ഞാൻ ഇവിടെ എഴുതി അത് തീരത്തില്ല, അതുകൊണ്ട് ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓർത്താ മതി, ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ഏതാണ്? ജനാധിപത്യമാണ്. അപ്പൊ ഇത് പറഞ്ഞ ഈ ഒരു കോട്ട് പറഞ്ഞ ആരാണ്? നമ്മുടെ അമർത്യാസൻ. അപ്പൊ ഈ 3 പേരുടെ കോട്ടുകൾ, ജനാധിപത്യത്തെ സംബന്ധിച്ച കോട്ടുകൾ കാണാതെ പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് എബ്രഹാം ലിങ്കന്റെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ആ ഒരു കോട്ട് ജനാധിപത്യത്തെ സംബന്ധിച്ച്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഗാന്ധിജിയുടെയും അമർത്യാസന്റെയും ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക, ഇവരാണ് ഇത് പറഞ്ഞെന്നുള്ള ആ ഒരു ചിന്ത, അത് മാത്രം മതി. ജസ്റ്റ് ആ മൊത്തം കൊട്ടേഷൻ കാണാൻ പിടിക്കണമെന്ന് ഞാൻ പറയല, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇങ്ങനെ വായിച്ചു നോക്കുക. ഓക്കെ, ഇത് ഗാന്ധിജിയാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരൊറ്റ വാക്കിലും ഓർത്തിരുന്നാൽ മതി. ഇവിടെ ആണെങ്കിൽ ഗാന്ധിജി ആണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും വേണ്ടി പൊരുതിയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ശക്തനും ദുർബലനും എല്ലാം തുല്യരായി, ആ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പൊ അത് മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. പിന്നെ അമർത്യാസന്റെ കോട്ട്, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ മറ്റേ ആഗോളതലത്തിൽ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ആ ഒരു കാര്യം കൂടെ ഓർത്തിരുന്നാൽ മതി. അങ്ങനെ കൊട്ടേഷൻസ് ഒക്കെ അതിപ്പോ ഇതിന്റെ മാത്രമല്ല, ബാക്കി ആരൊക്കെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ്. അപ്പൊ അങ്ങനെ കുറെ കോട്ടുകൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ കാണാൻ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളുക, കുഴപ്പമില്ല. അല്ലാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു കീ വേർഡ് കാണും, അപ്പൊ അത് വെച്ചിട്ട് ഇന്നയാളാണ് പറഞ്ഞതെന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ജനാധിപത്യം വേരുകൾ തേടി. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ യൂറോപ്പിന്റെ ആ ഒരു കാര്യങ്ങൾ, നമ്മൾ ഭൂഖണ്ഡങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ 7 ഭൂഖണ്ഡങ്ങൾ, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അതിൽ യൂറോപ്പിന്റെ ഒരു ചെറിയൊരു ചിത്രം സൂചികയും തന്നിട്ടുണ്ട്. നോക്കി, ഗ്രീസ്, യുണൈറ്റഡ് കിങ്ഡം, വടക്കേ അയർലൻഡും യൂറോപ്പാണ് മൊത്തം കളറിലും കിടക്കുന്നത്. പിന്നെ ആ ഒരു എ പോർഷൻ, ആ റോസ് കളറിൽ മൊത്തം കിടക്കുന്ന നമ്മുടെ ഗ്രീസും, പിന്നെ ബി കളറിൽ മൊത്തം കിടക്കുന്ന യുണൈറ്റഡ് കിങ്ഡം, വടക്കേ അയർലൻഡും. ഇവിടെ ചോദിച്ചിട്ടുണ്ട് എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആ 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ എ എന്നുള്ളത് അത് ഗ്രീസിന്റെ ഒരു ഭാഗമാണ്, അതുപോലെ ബി എന്നുള്ളത് യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡും ആണ്. പക്ഷെ അവർ ആ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്, എ ഉള്ളത് നമ്മുടെ ഏഥൻസ് ആണ്. ഏഥൻസും ബി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ആണ്. അപ്പൊ ഏഥൻസും ബി ഇംഗ്ലണ്ടും ആണ്. അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ടാണ് അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് താഴോട്ട് വരുമ്പോ പറയാം കേട്ടോ. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പം പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല, പക്ഷെ എന്നാലും ജനാധിപത്യത്തിന് ആദ്യം തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന രീതിയിൽ തുടങ്ങിയത് നമ്മുടെ പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ ഇന്നത്തെ ജനാധിപത്യത്തിന്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിലാണ്. നമ്മൾ ആ ജനാധിപത്യം എന്നുള്ള കോൺസെപ്റ്റ് പക്ഷെ തുടങ്ങിയത് നമ്മുടെ പുരാതന ഗ്രീസിലെ ഏഥൻസിൽ നിന്നാണെങ്കിലും അവിടെ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പോലെ ജനാധിപത്യം അല്ല, എല്ലാവർക്കും ഒരുപോലെയുള്ള അതൊന്നും അല്ലായിരുന്നു. പകുതി പേരൊന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല ആ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനൊന്നും. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ ജനാധിപത്യ രീതിയിലേക്ക് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് സംവിധാനങ്ങൾ എന്നിവ രൂപം കൊണ്ടത് നമ്മുടെ ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പം തുടക്കമിട്ടത് നമ്മുടെ ഏഥൻസ് ആണെങ്കിലും ഇപ്പോഴത്തെ ആ ഒരു ജനാധിപത്യത്തിന്റെ കാര്യങ്ങൾ, ആ ഒരു ഭരണ സംവിധാനം ശരിക്കും തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ ഈ 2 രാജ്യങ്ങളുടെ പേരുകളും ഓർത്തിരിക്കണം. നോക്കിക്കേ, പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആരാണ് ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? നമ്മുടെ
പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ്, ആ പേര് ഓർത്തിരിക്കണം, ഹെറോഡോട്ടസ് ആണ് നമ്മുടെ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ക്രാറ്റോസ് അതായത് അധികാരം, ഡെമോസ് ജനങ്ങൾ, ക്രാറ്റോസ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഹെറോഡോട്ടസ് ആണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത്, ഈ ഒരു വാക്ക് ജനാധിപത്യം എന്ന വാക്ക് കൊണ്ടുവന്നത്. ആ ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്ന വാക്ക് അധികാരം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് ജനങ്ങളുടെ അധികാരം, ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടു. അത് ജനം എന്നർത്ഥമുള്ള ഡെമോസും ശക്തി അല്ലെങ്കിൽ അധികാരം എന്നർത്ഥമുള്ള നമ്മുടെ ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ് ഏത് നമ്മുടെ ഡെമോക്രസി എന്ന വാക്ക്. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം. നമ്മുടെ ഹെറോഡോട്ടസ് ആണ് ഈ ഒരു വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഡെമോസ് എന്ന വാക്കും ക്രാറ്റോസ് എന്ന വാക്കും കൂടെ ചേർന്നാണ് നമ്മുടെ ഡെമോക്രസി. അതിനകത്ത് ആ മീനിങ്ങും കൂടെ നോക്കണം. അത് ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങള്, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം അല്ലെങ്കിൽ ശക്തി. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ഡെമോക്രസി എന്ന വാക്ക് അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ള വാക്ക് രൂപപ്പെട്ടത്. എഴുതി പോകുന്നുണ്ടല്ലോ അല്ലെ? ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി പോകാൻ പറ്റിയില്ലെങ്കിൽ, എനിക്കറിയാം വീട്ടിൽ ഓരോരുത്തരുടെ ഓരോ സാഹചര്യങ്ങളാണ്, എഴുതി പോകാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെക്കാം. കുഴപ്പമില്ല, ഞാനത് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം, അപ്പോഴാണെങ്കിലും ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ ഗ്രാമസഭകള്. നമ്മൾ പൊതുവെ നമ്മുടെ ഈ ഗ്രാമത്തിലൊക്കെ കൂടുന്നതാണ് ഗ്രാമസഭകൾ. ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ വെച്ചാണ് അവിടുത്തെ ഗ്രാമസഭ എപ്പോഴും കൂടുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും തന്നെ അവിടെ കാണും. അപ്പൊ അവിടെ എപ്പോഴും അറേഞ്ച്മെന്റ് ഒക്കെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞേക്കാം. എല്ലാ മാസവും തന്നെ അവിടെ കൂടാറുണ്ട് നമ്മുടെ ഗ്രാമസഭകള്. അപ്പൊ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് എന്ത്? ഗ്രാമസഭകൾ. നോക്കിക്കേ, ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് എന്ത്? ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. നമ്മുടെ ഗ്രാമങ്ങളിലാണെങ്കിൽ അത് ഗ്രാമസഭയെന്നും നഗരങ്ങളിലാണെങ്കിൽ അത് വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അതിൻ്റെ അകത്ത് എന്താണ് പ്രധാനമായിട്ടും പറയുന്ന കാര്യം? എന്താ? എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാൻ, അതായത് ആ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും അതോടൊപ്പം തന്നെ പുതിയ പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാമസഭകള് ഗ്രാമങ്ങളിൽ കൂടുന്നു. നഗരങ്ങളിലാണെങ്കിൽ അത് വാർഡ് സഭകൾ. ഇവിടെ കണ്ടോ, ഗ്രാമസഭ കൂടുന്ന ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണം, പച്ചക്കറി കൃഷിക്ക് വിത്തും വളം അനുവദിക്കണം, കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്രാമസഭയിൽ അവർ കൂടി ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്. വാർഡുകളിലാണെങ്കിൽ പോലും പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വാർഡ് സഭകൾ ഉള്ളതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഗ്രാമപ്രദേശം കേട്ടോ. ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമസഭകൾ ചേരുന്നതാണ്. ഇതുപോലെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് അവതരിപ്പിക്കാനും പിന്നെ ആ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ കൂടുതൽ ജനങ്ങൾക്ക് കൂടെ പങ്കാളികളാകാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ഗ്രാമസഭകളും നമ്മുടെ വാർഡ് സഭകളും രൂപം കൊള്ളുന്നത്. ഇനിയുള്ള 2-3 ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം, പിന്നെ നമ്മുടെ പരോക്ഷ ജനാധിപത്യം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം? നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഈ പങ്കാളിത്ത ജനാധിപത്യം എന്നുള്ള വാക്കില്ല. ജസ്റ്റ് പ്രത്യക്ഷ ജനാധിപത്യവും നമ്മുടെ പരോക്ഷ ജനാധിപത്യം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ ടെക്സ്റ്റിനകത്ത് വന്നപ്പോഴാണ് അതിന്റെ ആ മറ്റേ ഒരു വേർഡും കൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം അതെന്താ നോക്കാം. അത് മാറിപ്പോകാൻ പാടില്ല കേട്ടോ, അത് ഓർത്തിരിക്കേണ്ടതാണ്. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് ഏത്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. അപ്പൊ അത് മാറിപ്പോകരുത്. പ്രത്യക്ഷം അല്ലെങ്കിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാല് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥ. ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് ഏത്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. താരതമ്യേന ഭൂവിസ്തൃതി
കുറവുള്ളിടത്ത് ആൾക്കാരും വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിലാണ് കൂടുതലും പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം കൂടുതലും സാധ്യമാകുന്നത്. അപ്പം പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥ. അപ്പൊ അവര് ജനങ്ങൾ നേരിട്ടാണ്, അല്ലാതെ അവിടെ വേറെ ആൾക്കാര് ഒന്നുമില്ല, വേറെ പ്രതിനിധികളൊന്നുമില്ല, ജനങ്ങൾ തന്നെ നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ആ ഒരു ഇതാണ്, ആ ഒരു ഭരണവ്യവസ്ഥയാണ് ഇത് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്നുള്ളത്. അപ്പൊ പങ്കാളിത്തം അല്ലെങ്കിൽ പ്രത്യക്ഷം എന്നുള്ള വാക്കിനോട് ചേർന്ന് തന്നെ ആ ഒരു സെന്റൻസ് ഓർത്തു വെക്കുക. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥ. അപ്പൊ അതാണ് നമ്മുടെ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. നോക്കി, നമ്മുടെ നിയമസഭയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ എല്ലാവരും? നിയമസഭ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, നിയമസഭയുടെ ഒരു ചിത്രം എല്ലാവരും നമ്മൾ എപ്പോഴും ന്യൂസിൻ്റെ അകത്തൊക്കെ കാണുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ അകത്തൊക്കെ കാണുന്നതാണ്. പിന്നെ ഞാൻ പറയുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. 4ാം ക്ലാസ്സിൽ ഞങ്ങൾ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ടൂറിന് പോയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് കാണിച്ചായിരുന്നു, അങ്ങനെ ഒരു ഓർമ്മയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ നിയമസഭ. ഇവിടെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കുറെ കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, എന്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിനും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. അത് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നിയമസഭയിൽ. അപ്പൊ അവരെല്ലാം നമ്മുടെ നാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബില്ലായിട്ട് അവരവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഒരു നമ്മുടെ നിയമസഭയെ കുറിച്ച് ആ ഒരു അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ നിയമസഭാ മണ്ഡലം ഏത്, അല്ലെങ്കിൽ നമ്മുടെ നിയമസഭാ പ്രതിനിധി MLA ആരാണ്, അതൊക്കെ ഓരോരുത്തരും ഓരോ പ്രദേശത്തിന്, അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഇപ്പൊ നമ്മുടെ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടുള്ളതാണ് അതിവിടെ ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ MLA മാരെ, നമ്മുടെ മന്ത്രി, ഈ ഓരോ വകുപ്പ് മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പേര് പഠിച്ചിരിക്കുന്നത് നല്ലതാട്ടോ. ഏത് എക്സാമിന് വേണമെങ്കിലും ചോദിക്കാം. PSCക്ക് കൂടുതലായിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കാറ്ററ്റിനും ഇനി വേണമെങ്കിലും ചോദിക്കാം. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ചോദിക്കാതിരിക്കാൻ വലിയ ഇതൊന്നുമില്ല. അപ്പം ഓരോ വകുപ്പ് മന്ത്രിസഭ മാറുന്നതനുസരിച്ച് പഴയതൊന്നും ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. നമ്മുടെ ഇപ്പോൾ ഉള്ളതൊക്കെ കൂടുതലായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പൊ അതും ജനറൽ ആയിട്ടൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ഓരോ വകുപ്പിന്റെ മന്ത്രിമാരാരൊക്കെയാന്നുള്ളത് ഞാൻ വേണം ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പൊ അതുമൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. നോക്കി, നമ്മുടെ കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് ഇത് കേരള നിയമസഭ. അപ്പൊ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ, അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ കേരള നിയമസഭയാണ്. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പൊ കേരള നിയമസഭ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടാൻ കാരണമായിട്ടുള്ള കുറച്ച് മാതൃകകൾ എന്ന രീതിയിൽ നിൽക്കുന്നതാണ് ഏതൊക്കെ? നമ്മുടെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, ശ്രീമൂലം പ്രജാസഭ, തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇതിനെല്ലാം ജസ്റ്റ് വർഷങ്ങളൊന്ന് നോട്ട് ചെയ്തു പോവുക. 1888 ആണെങ്കിൽ അത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില് അന്ന് സ്ഥാപിതമായതാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്. 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ജസ്റ്റ് വർഷവും ആ ഒരു പേരും ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം 7ാം ക്ലാസ്സിലും പിന്നെ ഹൈസ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ ഹൈസ്കൂളിലേക്ക് അങ്ങനെ അധികം പോകണ്ട, പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ കാണുമ്പോഴാണല്ലോ ഇതൊക്കെ കേട്ടതാണല്ലോ, അങ്ങനെ ഒരു ഇതെല്ലാം വരാൻ വേണ്ടി പറയുന്ന ടോപ്പിക്കുകൾ അപ്പൊ തന്നെ നോക്കി പോവാ കേട്ടോ. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഏപ്രിൽ 27 എന്ത്? നിയമസഭാ ദിനം. നമുക്കറിയാം നമ്മുടെ വർഷത്തില് എല്ലാ ദിവസവും തന്നെ ഓരോ ദിനാചരണങ്ങൾ ഉള്ളതാണ്. അപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകണം. ഈ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന ഡേറ്റുകളൊക്കെ ഉറപ്പായിട്ടും എഴുതി നോട്ട് ചെയ്ത് തന്നെ പോവുക. എല്ലാ വർഷവും ഏപ്രിൽ 27
ഏപ്രിൽ 27 എന്നാണ് ഏത് ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? നിയമസഭാ ദിനമായിട്ടാണ് ഏപ്രിൽ 27 ആചരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു പോവാ. ഏപ്രിൽ 27 ഒരു വരയിട്ടിട്ട് നിയമസഭാ ദിനം. അപ്പൊ നിയമസഭാ ദിനം എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിൽ 27 നിയമസഭാ ദിനം. അപ്പൊ ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയും നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്, അല്ലെ? ഗ്രാമസഭയും പറഞ്ഞ് നമ്മുടെ ജനങ്ങൾ നേരിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് പറയുന്നത്, നിർദ്ദേശങ്ങൾ വെക്കുന്നതെല്ലാം നേരിട്ടാണ്. പക്ഷെ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയ നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്നപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരെണ്ണമാണ് നമ്മുടെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി അതെന്നാ നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യത്തിൽ പറഞ്ഞായിരുന്നു, ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായമൊക്കെ നേരിട്ട് പറയുന്ന ആ ഒരു ഭരണ വ്യവസ്ഥ, അതാണ് നമ്മുടെ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പരോക്ഷം വരുമ്പോ അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതിനിധി കാണും. നോക്കിക്കേ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് എന്ത്? പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പൊ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത്? ഒരാളും കൂടെ, അതായത് ഒരാളെന്നല്ല, ഒരു പ്രതിനിധി കാണും. അതായത് ജനങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടി അവരുടെ ഫ്രണ്ടിൽ നിർത്താൻ എന്ന രീതിയിൽ ഒരാൾ കൂടെ കാണും, പ്രതിനിധികൾ കാണും. അതാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം പറയുന്നത്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകാൻ നോക്കണം. പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതി. അപ്പൊ ജനങ്ങള് കുറച്ച് പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അവര് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഭരണസമിതി അല്ലെങ്കിൽ ജനാധിപത്യ രീതിയാണ് ഇത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മുടെ പങ്കാളിത്ത ജനാധിപത്യം നമ്മൾ പറഞ്ഞായിരുന്നു, ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം. അവര് ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥ. പക്ഷെ പരോക്ഷമാണെങ്കിലോ അവിടെ അവർ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കുറച്ചു പേരുണ്ട്. അപ്പൊ അവര് വഴിയാണ് ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാകുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അവർ വഴിയാണ് അത് നടപ്പിലാകുന്നത്. അപ്പൊ നോക്കിക്ക്, ഇവിടെ രണ്ട് കോളം ഒക്കെ കൊടുത്തിട്ടുണ്ട്, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. അപ്പൊ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യക്ഷ ജനാധിപത്യം ആണെങ്കിൽ എന്താ? ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അതായത് ജനങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത് കൂടുതലും ജനസംഖ്യ കുറഞ്ഞ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഭൂവിസ്തൃതി കുറഞ്ഞ സ്ഥലങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഇനി പരോക്ഷമാണെങ്കിലോ നമ്മുടെ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് ഇത് നിലനിൽക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം? അതായത് നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ വരുമ്പം അവിടെ ഇടനിലക്കാരുണ്ടോ? ഇല്ല, ജനങ്ങൾ തന്നെയാണ് നേരിട്ട് ഈ നിയമങ്ങൾ ഒക്കെ നിർദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ വരുന്നത്. പക്ഷെ പരോക്ഷത്തിൽ വരുമ്പോഴോ അവിടെ ഇടനിലക്കാർ എന്ന രീതിയിൽ നമ്മുടെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ആരുണ്ട്? പ്രതിനിധികളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഭൂവിസ്തൃതി കുറഞ്ഞ സ്ഥലത്താണ് പ്രത്യക്ഷ ജനാധിപത്യവും, ഭൂവിസ്തൃതി കൂടുതലുള്ളിടത്താണ് നമ്മുടെ പരോക്ഷ ജനാധിപത്യം. ജസ്റ്റ് ആ ബോക്സ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് പങ്കാളിത്ത ജനാധിപത്യം എന്നും എന്താണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ളത്. നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്നാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ മറ്റു രണ്ട് പേരുകളും കൂടെ ഓർത്തിരിക്കണം, പങ്കാളിത്ത ജനാധിപത്യവും നമ്മുടെ പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ള ആ പേരും ഓർത്തിരിക്കണം. ഇനി നോക്കിക്കേ, കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്താം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. പിന്നെ സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അഫ്ഗാനിസ്ഥാൻ ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. അതായത് ഓരോ രാജ്യങ്ങളിലും ഓരോ തരത്തിലാണ് ഈ ജനാധിപത്യം എന്ന്, അതായത് പങ്കാളിത്ത ജനാധിപത്യം നടക്കുന്ന രാജ്യങ്ങളുണ്ട്,
അതുപോലെ തന്നെ പരോക്ഷ ജനാധിപത്യം നടക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അപ്പൊ അത് അവരുടെ ഭൂവിസ്തൃതി അല്ലെങ്കിൽ ജനസംഖ്യ ഇതെല്ലാം അനുസരിച്ചാണ് ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത രീതിയിൽ ഈ ഭരണ സംവിധാനങ്ങൾ നടക്കുന്നത്. നോക്കിക്കേ, ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ. ഇതൊന്നും അങ്ങനെ കാണാതെ പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ചിലപ്പം ശരി ഏത് തെറ്റ് ഏത് അങ്ങനെ ചോദിച്ചാലുള്ളൂ. അതിപ്പോ നമുക്കത് വായിച്ചു നോക്കുമ്പം വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ആ ഒരു സെന്റൻസിൽ മൊത്തത്തിലൊരു മാറ്റം എന്തെങ്കിലും വന്നാലേ ഉള്ളൂ നമുക്കൊരു കൺഫ്യൂഷൻ പോലെ വരുള്ളൂ. ചെറിയൊരു ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിലാണ് ആ ലാസ്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ ആ ഒരു സെന്റൻസ് തന്നിട്ട് അതിൻ്റെ അതൊരു ഗ്രാമർ എന്താ നല്ല രീതിയിലൊരു ഗ്രാമർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ മാറിപ്പോരുമ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരും. അപ്പൊ അത് ശ്രദ്ധിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം കേട്ടോ. അതെനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം എന്ന് പറഞ്ഞ് കഥകളും അങ്ങനെ ആദ്യം തൊട്ട് ചിത്രം നിരീക്ഷിക്കും അങ്ങനെയല്ല. കൂടുതൽ ഈ ബോക്സിൻ്റെ അകത്ത് തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പല പല കളേഴ്സ് തരുന്ന കാര്യങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു പോകണം. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. ഈ സയൻസ്, സോഷ്യല്, സൈക്കോളജി ഒക്കെ. ഓക്കെ, മാത്സ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കും. പിന്നെ മലയാളം നമുക്ക് റിപ്പീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷും നമുക്ക് റിപ്പീറ്റ് എന്ന് അങ്ങനെ പെട്ടെന്ന് പറയത്തില്ല. കൂടുതൽ ആ പാസേജും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഗ്രാമർ ആയിരിക്കും വരുന്നത്. പിന്നെ കുറച്ച് പെഡഗോഗി അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ സയൻസ്, സോഷ്യൽ, സൈക്കോളജി ഒക്കെ ടെക്സ്റ്റ് തന്നെ നമ്മൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേറ്റിട്ടിനൊക്കെ 30-ലാണെങ്കിൽ 25-ന് മണ്ടയിൽ ഷുവർ ആയിട്ട് മേടിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ജസ്റ്റ് ഈ ക്ലാസ് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ഓക്കെ ഇമ്പോർട്ടന്റ് ഞാൻ ഇത് എഴുതണം അങ്ങനെ പറയുമ്പോൾ മാത്രം നിങ്ങൾ അത് മാത്രം എഴുതി പോവാതെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഏതാണോ അത് നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് മനസ്സിലാവും. പിന്നെ ആ എഴുതി പോയ ടോപ്പിക്കുകൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും. അങ്ങനെ നോക്കിക്കേ, ജനാധിപത്യം സവിശേഷതകൾ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. നമ്മൾ പറഞ്ഞായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ത്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനമാണ് ഏത്, ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അപ്പൊ ഇതെല്ലാമാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരു 6 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഇത് കുറേ വലിയ കടൽ പോലെ പാരഗ്രാഫ് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. ഹെഡിങ്ങുകൾ തന്നിട്ട് അതിന്റെ ഒരു 2-3 പാരഗ്രാഫ് ഒക്കെ ആയിട്ടായിരുന്നു നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ. നിയമവാഴ്ച, അവകാശങ്ങള്, അല്ലെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങള്, പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടെക്സ്റ്റിനകത്ത് അങ്ങനെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞില്ല. നമുക്ക് ആ ഡീറ്റെയിലിന്റെ അങ്ങനെ ആവശ്യമില്ല. ജസ്റ്റ് ഈ സവിശേഷതകൾ, ഈ ഹെഡിങ്ങുകൾ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരിക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ. അപ്പൊ ഇത് ഒന്ന് വായിച്ചു പോകുക. ഞാൻ കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയല, കാരണം സോഷ്യലാണ് നമുക്ക് കുറെ ഇങ്ങനെ ഉണ്ട് താനും, കുറെ സെന്റൻസുകളാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പൊ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കാം. നമുക്ക് ഇത് തന്നെ ചിലപ്പം ശരിയായത് ഏത് തെറ്റായത് ഏത് ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിയാൽ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. നമ്മൾ എല്ലാവരും വോട്ട് ചെയ്ത്, അതായത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ മെഷീനും മഷിയും നമ്മുടെ ചിഹ്നങ്ങളും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യം. നമ്മുടെ ബാലറ്റ് പെട്ടി അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അതായത് വോട്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ആ ഓരോ ഘട്ടങ്ങൾ, നമ്മുടെ നെയിം സ്ലിപ്പ് ഇതെല്ലാം കൊടുക്കും, നമ്മുടെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ നടത്തുന്നതും പോയി ഞെക്കുന്നതും അതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ജസ്റ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ ടീച്ചേഴ്സാണ്, അതുകൊണ്ട് നമ്മൾ തന്നെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നമ്മൾ നടത്താറുള്ളതാണ്. പിള്ളേർക്ക് സ്കൂൾ ലീഡർ ആകാൻ അല്ലെങ്കിൽ ക്ലാസ് ലീഡർ ആകാൻ നമ്മൾ ആ ഒരു തെരഞ്ഞെടുപ്പും നടത്താറുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഘട്ടങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്.
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നമുക്കറിയാം 18 വയസ്സ് തികഞ്ഞ ആൾക്കാണ് നമ്മൾ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉള്ളത്. അല്ലെ, 18 വയസ്സ് താഴെയല്ല, 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. നമ്മൾ പ്രായപൂർത്തിയാകുന്നവർക്ക്, അതായത് 18 വയസ്സാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് മുകളിലുള്ളവർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം, നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു നിയമം അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് പറയുന്നത്. യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1989 വരെ 21 വയസ്സായിരുന്നു. പക്ഷെ ഇപ്പോഴത് എത്ര വയസ്സായി? 18 വയസ്സായിട്ടുണ്ട്. അപ്പൊ അന്ന് 89 വരെ 21 വയസ്സായാലേ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അത് 81 കഴിഞ്ഞ് 90 തൊട്ട് ആയപ്പോഴത്തേനും അത് 18 വയസ്സായി. അപ്പൊ ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യാതൊരു വിവേചനവും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം. അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എന്നൊക്കെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, പിന്നെ വോട്ട് ചോദിക്കുക, ആ പരിപാടികളെല്ലാം നമ്മൾ റാലി നടത്തുക, അതെല്ലാം നമ്മൾ സ്കൂളുകളിൽ നടത്താറുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങള്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി. നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾ നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നി നമ്മളത് പിൻവലിക്കും. പിന്നെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി, വോട്ടെടുപ്പ് തീയതി, വോട്ടെണ്ണലും പ്രഖ്യാപനവും, പിന്നെ സ്കൂൾ പാർലമെന്റ് ആദ്യ യോഗം. അത് ജസ്റ്റ് ഒരു സ്കൂളിൽ നടത്തുന്ന ആ ഡേറ്റുകളും കാര്യങ്ങളും അതിലവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ ഘട്ടങ്ങളൊക്കെയാണ്. ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ കിടപ്പുണ്ട്, ഞാൻ അത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. കുറച്ചുകൂടെ സിമ്പിള് അതായിരിക്കും. ഇത് നമ്മുടെ ജസ്റ്റ് സ്കൂൾ പാർലമെന്റ് നടത്തുന്ന ആ ഒരു രീതിയിൽ ഘട്ടങ്ങളാക്കി തന്നിരിക്കുന്നതാണ്. മറ്റേ അതിന്റെ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിലേക്ക് ക്ലാസ്സിന് ഇട്ട് തന്നതാണ് കേട്ടോ. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ എന്നുള്ളത് നോക്കി. ഇതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. ഇതാണ് ഇപ്പൊ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് ഘട്ടങ്ങൾ. ഇത് തന്നെയാണ് നമ്മുടെ പഴയ ടെക്സ്റ്റ് കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു ഷോർട്ട് ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതും പഠിക്കാം മറ്റേതും പഠിക്കാം കേട്ടോ. കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഷോർട്ട് പഠിക്കുന്നില്ല കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് ഞാൻ അതുകൂടെ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. നോക്കിയ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ: തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. ഇതൊക്കെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ വേണമെങ്കിൽ തന്നിട്ട് നമുക്ക് ഓർഡർ തെറ്റിച്ച് ആദ്യം വരുന്ന ഏതാണ് അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പൊ ഇതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 3, 6, 2, 8 ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് 5 ഘട്ടങ്ങളിൽ അത് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അത് ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ. അതും പഠിക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കണം അതിങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പഠിക്കാതെ പറ്റത്തില്ല. പിന്നെ എല്ലാം കൂടെ കാണുമ്പം ചെറിയൊരു പേടി അല്ലെങ്കിൽ ടെൻഷൻ വരും, സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണാതെ നമുക്ക് പഠിക്കണ്ട, എല്ലാം മനസ്സിലാക്കി പഠിക്കാവുന്ന നമ്മുടെ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ പഴയ കുറെ ചരിത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്നതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ പോവുക, മനസ്സിലാക്കി പോവുക, അതേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ പാടാണല്ലോ, ഇതൊക്കെ കാണാൻ പഠിക്കണം അങ്ങനെയൊന്നും ആരും ഓർക്കണ്ട. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക, അതേ കൂടുതലായിട്ടും പറയുന്നുള്ളൂ. പിന്നെ ഈ വർഷങ്ങളും ഡേറ്റുകളും ഒക്കെയാണ് പിന്നെയും നമ്മളൊന്ന് കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇരുത്തി പഠിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഉള്ളൂ. ബാക്കി സെന്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോട്ടുകൾ, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. വായിക്കുക, ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പോവുക കേട്ടോ. ഇനി തിരഞ്ഞെടുപ്പുകൾ എന്തിന് നോക്കിയാൽ, എന്താണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ? അതൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കേട്ടിട്ടിന് ചോദിക്കാതിരിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ കയ്യിലാണ് ഇരിക്കുക. പക്ഷെ തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്
നമുക്ക് നല്ലതാണ്. അപ്പൊ നോക്കിക്കേ, എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. വേണം നമുക്ക് ഇതും ചോദിക്കാം, തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് അങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ. അപ്പം ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നുണ്ട്, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നുണ്ട്, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നുണ്ട്, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളും പറഞ്ഞു, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളും പറഞ്ഞു. ഇനി നോക്കി, നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ആ ഒരു ഹൈ പൊസിഷനിലേക്കും അതുപോലെ നമ്മുടെ പാർലമെന്റിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 പേരാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇപ്പം മത്സരത്തിനൊക്കെ പോകുമ്പോൾ ജഡ്ജസ്മാർ 3 പേര് അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 പേരാണുള്ളത്. അതിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അതിൽ ഒരാൾ മെയിൻ ആയിട്ടുണ്ടാവും, ബാക്കി 2 പേര് കൂടെ നിൽക്കുന്നു. അങ്ങനെ അവർ 3 പേരിൽ ആ 3 പേരെയും തിരഞ്ഞെടുക്കുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപതിക്കാണ് അവരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കുക, പ്രധാനമന്ത്രിക്കല്ല അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്കല്ല, രാഷ്ട്രപതിക്കാണ് അവരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉള്ളത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ, അത് എങ്ങോട്ടൊക്കെയാണ്, പാർലമെന്റിലേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്ന പോസ്റ്റിലേക്ക് ആയിക്കോട്ടെ, അതിനേക്കെല്ലാം നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഉത്തരവാദിത്വ പൂർണ്ണമായി നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ 3 പേരാണ് മെയിൻ ആയിട്ടുള്ളത്. അവരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇപ്പൊ നമ്മൾ ജനാധിപത്യത്തിന്റെ കാര്യം നമ്മുടെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്, നമ്മുടെ സ്കൂള്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ ജനാധിപത്യം നടക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നിലനിന്ന് പോകുന്നതെന്നൊക്കെയാണ് ഇനി കുറച്ച് എക്സാമ്പിൾസിലൂടെ പറയുന്നത്. അങ്ങനെ വലിയ അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ടൈപ്പ് അല്ല, പക്ഷെ നമുക്ക് പറഞ്ഞു പോകാം. കാരണം നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ നടപ്പാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജനാധിപത്യം, അല്ലെങ്കിൽ നടപ്പിലാകേണ്ട കാര്യമാണ് ജനാധിപത്യം എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയൊക്കെ സാധ്യമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ജനാധിപത്യം ഒരു ജീവിതക്രമം. ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന അപ്പനും അമ്മയും പിള്ളേരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാണ്, അവരൊരു ടൂർ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവരവരുടേതായ അഭിപ്രായങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അല്ലാതെ ഒരാളുടെ അഭിപ്രായം മാത്രമല്ല, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് അവധിക്ക് നമുക്കൊരു യാത്ര പോയാലോ? അപ്പൊ പപ്പ ചോദിക്കുന്നു, നമുക്ക് പോകാലോ, എവിടെ പോകാം? അമ്മ പറയുന്നത് നമുക്ക് എറണാകുളത്തേക്ക് പോയാലോ. അപ്പൊ കൊച്ചു പറയുന്നുണ്ട്, എനിക്ക് മൂന്നാറിൽ പോയാൽ മതി, എനിക്ക് മൂന്നാറിൽ പോകാൻ ഇഷ്ടം, എല്ലാവർക്കും സമ്മതമാണ്, ഞാൻ റെഡി, അതെ അത് മതി, അവിടെ ധാരാളം കാണാനുണ്ട്, അതെ നമുക്ക് പോകാം. അപ്പൊ നോക്കി, ഒരാൾ പറഞ്ഞു എറണാകുളത്തേക്ക് പോകണം, ഒരാൾ മൂന്നാറിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അവസാനം എല്ലാവരുടെയും ആ ഒരു ഇഷ്ടം നോക്കി അവസാനം എവിടെ ഫിക്സ് ചെയ്തു? മൂന്നാറിൽ ഫിക്സ് ചെയ്തു. ഓക്കെ, അതിൻ്റെ അത് പറയുന്ന കാര്യത്രേ ഉള്ളൂ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തില് ഒരാളുടെ മാത്രം അങ്ങനെ മെയിൻ അങ്ങനെയല്ല, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയാനുള്ളതുണ്ട്. അപ്പൊ അത് പറയുക, അതിൽ നല്ലത് നോക്കി എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുക. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തില് ജനാധിപത്യം പ്രായോഗികമാകുന്നത്. ഇനി വിദ്യാലയത്തിലാണെങ്കിലോ കണ്ടോ, കുട്ടികളെ ഇത്തവണത്തെ പഠനയാത്രയ്ക്ക് സമയമായിരിക്കും, നമുക്ക് എവിടെ പോകണം? വാട്ടർ തീം പാർക്കിൽ പോകണം, മ്യൂസിയം പോകണം, തേക്കടി പോകണം, അങ്ങനെ എല്ലാവരും പല അഭിപ്രായങ്ങളാണ്. 30 പിള്ളേരുണ്ട്, 30 പേർക്ക് 30 സ്ഥലങ്ങളിലായിരിക്കും പോകേണ്ടത്. അപ്പൊ എനിക്ക് ടീച്ചർ പറയുന്നുണ്ട്, ശരി, അങ്ങനെയെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് സംഘടിപ്പിക്കാം. അപ്പൊ ടീച്ചർ ആരെയും വിഷമിപ്പിക്കാൻ അങ്ങനെ നോക്കിയില്ല, എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ടൂർ പോകാന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഓക്കെ, ഞങ്ങൾ റെഡി. അപ്പൊ ഇവിടെ സ്കൂളിലെ കാര്യം പറഞ്ഞത് തന്നെയാണ്. കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. നോക്കി, കുട്ടികളുടെ അഭിപ്രായങ്ങളും
താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് എന്ത് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ഇനി ജനാധിപത്യം പൊതു ഇടങ്ങളിൽ നോക്കി താഴെ കൊടുത്തിരിക്കുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. ഇത് ആദ്യം നമ്മുടെ ബസ്സിൽ ഫോൺ വിളിക്കുക ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. നമ്മൾ ബസ്സിൽ ഉറക്കെ സംസാരിച്ച ഫൈൻ അടിക്കാൻ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു നേരത്തെ, ഒരു കുറച്ച് നാൾ മുമ്പ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഉറക്കെ സംസാരിക്കുക, ഉറക്കെ ഫോൺ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫൈൻ അടയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അത് കാണുന്നില്ല. പക്ഷെ നേരത്തെ ഒരു വർഷം ആയെന്ന് തോന്നുന്നു അങ്ങനെ ഒരു നിയമം കണ്ട് വന്നായിരുന്നു. അപ്പം ആ ഒരു കാര്യം. പിന്നെ നമ്മുടെ നോക്കിക്കേ, വണ്ടി നമ്മൾ ക്രോസ് ചെയ്യുന്നത്, വേസ്റ്റ് ഇടുന്നത്, ഇവിടെ വേസ്റ്റ് ചേട്ടൻ ഇവിടെ വളരെ കൂളായിട്ട് അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, വലിച്ചെറിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിയാൽ പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ്. ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പൊതു ഇടങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ജീവിച്ചാൽ അത് ജനാധിപത്യത്തിൽ പെടത്തില്ല. കാരണം എല്ലാവരും, നമ്മുടെ ഗാന്ധിജി പറഞ്ഞതുപോലെ ശക്തരെന്നോ ദുർബലരെന്നോ ഇല്ല, എല്ലാവരും ഒരുമിച്ച് പോകുന്ന ആ ഒരു ഇതാണ് ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ അതെന്തു ആയിക്കോട്ടെ, അത് നമുക്ക് പറയാം. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിനെ മാറ്റിക്കൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ജനാധിപത്യത്തിൽ നമ്മുടെ നാടും അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ സ്കൂള് എല്ലാം ഒരുമിച്ച് പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ അവസാനമായിട്ട് പറയുന്നത്. ജനാധിപത്യം വീട്ടില് അല്ലെങ്കിൽ സ്കൂളില് എത്രമാത്രം വേണം, പിന്നെ നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ എത്രമാത്രം വേണം, ആ ഒരു കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങള്, തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങള്, പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്നുള്ളത്. പിന്നെ ഈ കേരള നിയമസഭ, നമുക്കറിയാം നിയമസഭാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന പറഞ്ഞായിരുന്നു ഏപ്രിൽ 27. അപ്പൊ പിന്നെ ജനാധിപത്യത്തിന്റെ കൊട്ടേഷൻസ് അമർത്യാസന്റെ അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. എബ്രഹാം ലിങ്കൺ പറഞ്ഞതും നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കോട്സ് അത് ഓർത്തിരിക്കണം. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുണ്ട്, അതുപോലെ നമ്മുടെ കോർപ്പറേഷനുകളും, നമ്മുടെ മുനിസിപ്പാലിറ്റികളും, നഗരത്തിലെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതെല്ലാം ഓർത്തിരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ഏഥൻസിലാണ് ജനാധിപത്യം എന്നൊരു കോൺസെപ്റ്റ് ആദ്യം തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴുള്ള നമ്മുടെ ജനാധിപത്യം എന്നുള്ള ആ ഒരു രീതി സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? നമ്മുടെ ഇംഗ്ലണ്ടിലാണ്. പിന്നെ ഹെറോഡോട്ടസ് ആണ് ആ ജനാധിപത്യം എന്നുള്ള വാക്ക്, അതിന്റെ ഉത്ഭവം അദ്ദേഹത്തിൽ നിന്നാണ്. അതിന്റെ മീനിങ് എവിടെ നിന്നൊക്കെയാണ്? നമ്മുടെ ഡെമോസ് എന്ന ജനങ്ങൾ എന്നർത്ഥം വരുന്ന വാക്കും, അതുപോലെ തന്നെ ക്രാറ്റോസ് എന്ന അധികാരം എന്നുള്ള മീനിങ് വരുന്ന ആ രണ്ട് വാക്കുകൾ ചേർന്നാണ് ഏത് ഡെമോക്രസി എന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന രീതിയിലുള്ള ആ വാക്ക് രൂപപ്പെട്ടത്. അപ്പൊ അതും ഓർത്തിരിക്കണം കേട്ടോ. ഡെമോസ് എന്നുള്ള വാക്കും ക്രാറ്റോസ് എന്ന വാക്കും അതിന്റെ മീനിങ് ഓർത്തിരിക്കണം. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അല്ലെങ്കിൽ ജനം, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം അല്ലെങ്കിൽ ശക്തി. ഈ ഒരു വാക്കിൽ നിന്നാണ് നമ്മുടെ ഡെമോക്രസി എന്ന ഗ്രീക്ക് പദം രൂപപ്പെട്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഈ പറയുന്ന പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്നുള്ള കോൺസെപ്റ്റ് അത് മാറിപ്പോവാതെ തന്നെ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഗ്രാമസഭകള്, നമ്മുടെ നിയമസഭ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പരോക്ഷ ജനാധിപത്യം, ജനാധിപത്യത്തിന്റെ സവിശേഷതകള്, തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങള്, തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങള്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. അതിന്റെ ബാക്കി ആ നിയമസഭാ ദിനം അത് പഠിച്ചു നോക്കണം കേട്ടോ. ഏപ്രിൽ 27 നമ്മുടെ നിയമസഭാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്, അത് ഓർത്തിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് ഓരോരുത്തർ പറഞ്ഞ മഹത്വചനങ്ങളൊക്കെ ഇല്ലേ ജനാധിപത്യത്തെ പറ്റി, അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇടാന്ന് പറഞ്ഞ് ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവരും പഠിച്ചിട്ട് കിടക്കാം. പിന്നെ ആൻസേഴ്സ് കുറച്ചുപേർ തിരക്കായി പോയതുകൊണ്ട് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ സമയമൊക്കെ എടുത്ത് ഇത്
എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കല്ലോ കേട്ടോ. അപ്പൊ അത് ഇച്ചിരി നിർബന്ധമുള്ളൊരു കാര്യമാണ്, എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കല്ല. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് നോക്കാം. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഓപ്പൺ ബുക്ക് ആണ്, അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് നോക്കി എഴുതാം, നോക്കാതെ എഴുതാം, പ്രശ്നമില്ല. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് തന്നെ പോവുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുന്നത് അത് അറ്റൻഡ് ചെയ്ത് പോവുക. കിട്ടാത്തത് നിങ്ങൾ വിട്ടേരെ, കുഴപ്പമില്ല, അത് നമുക്ക് ഗ്രൂപ്പിലാണെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ലൈവിൽ വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിന്റെ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നതാണ്. സോ എക്സാം എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ കേറ്ററ്റിന്റെ ആപ്ലിക്കേഷൻ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ 20-ാം തീയതി ബുധനാഴ്ച എന്നാണ് വന്നിരിക്കുന്നത്. അത് ചെയ്യാത്തവരൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവരും പഠിച്ചിട്ട് കിടക്കണേ. നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് കിടക്കുക. അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.